ഹായ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇത്രയും ദിവസം നിന്ന റൂമിലായിരുന്നില്ല. നമ്മളിപ്പോ റൂം മാറി നമ്മളുടെ അജ്മാൻ അടുത്തുള്ള റൂമിൽ തന്നെയാണ്. ഇവിടെ കോർണേഷ് പാലസ് ഹോട്ടൽ എന്നാണ് പേര്. ഞാൻ റൂമിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്, ഭയങ്കര സ്പേസ് ആണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇത്രയും ദിവസം നിന്ന പോലെ അല്ല, നമുക്കിവിടെ ഓടിച്ചാടി നടക്കാം. അത്രയ്ക്ക് സ്പേസും കാണാൻ കുറച്ച് സ്ഥലങ്ങൾ ഈ ഹോട്ടലിൽ തന്നെയുണ്ട്. 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നതായിരുന്നില്ല. വീഡിയോസ് ഒന്നും ഇടുന്നതായിരുന്നില്ല. കാരണം വേറൊന്നുമില്ല, 2-3 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഇനി എന്തായാലും തുടർച്ചയായിട്ട് ഇടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞ നല്ല ഹെഡേക്കും വയറുവേദനയും ഒക്കെ ആയിട്ട് ഭയങ്കര ബാഡായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. നമ്മളിന്ന് വിചാരിച്ചു, ഇപ്പൊ രാത്രി സമയം 1 മണി എന്തുകൊണ്ടായിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകണം. ഒന്നല്ലെങ്കിൽ ഫുഡ് പുറത്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യും. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കണത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ റൂമിന്റെ വീഡിയോ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. നമ്മളിനി പുറത്തോട്ട് പോവും. പുറത്ത് പോയി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മള് വരാന്നാണ് വിചാരിച്ചേക്കണം. റൂമിൽ നിന്ന് ഭയങ്കര ബോറടിക്കാണ്. അപ്പൊ നമ്മള് പുതിയ റൂമിന്റെ വീഡിയോസും പുതിയ റൂം എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയെ. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകണം. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരാം. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ എനിക്ക് അജ്മാനില്. അതായത് ടോട്ടല് ഇവിടെ. അതായത് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ച് സങ്കടമുണ്ട്, എന്നാൽ സന്തോഷമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. എന്താ ഇപ്പൊ എൻ്റെ അവസ്ഥ സന്തോഷമാണ്. അപ്പോൾ ഇനി എന്താന്ന് എനിക്ക് അറിയില്ല. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്. ആക്ച്വലി ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ പോണതിന് സന്തോഷമുണ്ട്. കുറച്ച് ദിവസമെങ്കിലും എല്ലാവരെയും കണ്ടിട്ടൊക്കെ അതിൻ്റെതായ കുറച്ച് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒക്കെയാണ്. അപ്പം നമുക്കിപ്പോൾ പുറത്തു പോവാം. ഇനിയിപ്പോൾ നാളെ മാത്രമേ ഉള്ളൂ, ഒരു ദിവസമേ ഉള്ളൂ. 4-ാം തീയതിയാണ് ഫ്ലൈറ്റ് തിരിച്ച് നാട്ടിലായിട്ടുള്ള. നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ നോക്കട്ടെ എങ്ങനെയാണ് ഇവിടെ കാണാൻ വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ. ഇതൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ. നല്ല ഹോട്ടൽ കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം ഞാൻ എല്ലാം വഴിയെ. ഇതാണ് റൂം. ഭയങ്കര സ്പേസ് ഉണ്ട്. ആക്ച്വലി ഭയങ്കര സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്പേസിൻ്റെയൊക്കെ ആവശ്യം എനിക്ക് ഉണ്ടോയെന്നറിയില്ല. എന്നാലും ഭയങ്കര കൊള്ളാം. അതായത് എനിക്കെന്തോ പഴയ കാലത്തെ വീടൊക്കെ പോലെ തോന്നുകയാണ്. നമുക്കിത് സ്ലൈഡ് മാറ്റി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വഴിയൊക്കെ പോകും. ഭയങ്കര രസമുണ്ട്. നല്ലൊരു ബിയറൊക്കെ കഴിക്കാനുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പോഴല്ല, ഇപ്പം നട്ടുച്ച ഭയങ്കര വെയിലാണ്. പക്ഷേ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അടിപൊളിയാണ്. അയ്യോ, ഇത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതൊക്കെ പഴയ സാധനമായതുകൊണ്ട് എപ്പോഴാണ് പൊളിയാന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും കഴിക്കണം. കെറ്റിലൊക്കെ ഉണ്ട്, കെറ്റിലുണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കുളിച്ച് ഫ്രഷായിട്ട് കാണാം. ഒന്ന് കിടന്നുറങ്ങണം കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് തന്നെ കേട്ടോ. ഇതുവഴി എങ്ങടാ പോവാൻ പറ്റുക? ഇത് ബാക്ക് സൈഡാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം കേട്ടോ. ഇതിന്റെ ബാക്ക് ഏരിയ ആണത്. കണ്ടോ, ഇതാണ് അതിന്റെ ബാക്ക് സൈഡ്. ഇത് ഹോട്ടലിന്റെ ബാക്ക് സൈഡാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നോക്കാം. അതായിരുന്നില്ല ഫ്രണ്ട് ഏരിയ, ഇതായിരുന്നു തോന്നുന്നത്. കാരണം ഇവിടെയാണ് കോർണേഷ് പാലസ് ഹോട്ടൽ എന്ന് എഴുതിയേക്കണേ കേട്ടോ. ഇതിന്റെ ബാക്ക് ഉണ്ടോ, എന്ത് ഭംഗിയാ നോക്കി. ബാക്കില് എന്താ നമുക്കറിയില്ല കേട്ടോ.
അവിടെ ചോദിക്കാണ് അവിടെ വല്ല ഗ്രോസറി എന്താ പറഞ്ഞേ, ടാക്സി എടുത്ത് ചോദിക്കാനാ. നമുക്ക് നോക്കാം ഇവിടെ ഗ്രോസറി പോയിട്ട് വേണം നമുക്ക് നോക്കാൻ വേണ്ടി. അവിടെ എന്തോ നല്ല സ്ഥലമുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റാ, സീ ഫുഡ് റെസ്റ്റോറൻ്റ് എന്നാണ് പറയണത്, എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നാളെ പോവും. ഇതാട്ടോ ആ കണ്ട റെസ്റ്റോറൻറ്റ്. എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇതൊക്കെ ആ റെസ്റ്റോറൻ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നല്ല ഭംഗിയുള്ള, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഇതാണ് എന്താ പറയണേന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഈ ഏരിയയിലൊന്നും ഒരാളും ഇല്ല. നമ്മളിപ്പോൾ പോണത് ഇതാ, ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്നാണ് പറയണത്. കുറേ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ കടകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒന്നും അങ്ങനെയല്ല, കുറേ കടകൾ അപ്പുറം ഇപ്പുറം കുറേ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗ്രോസറി ഷോപ്പ് അന്വേഷിച്ചിട്ട് പോവാണ്. ഇവിടെയാണെന്നാണ് ആ പുള്ളി പറഞ്ഞത്, ഈ സൈഡാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ എല്ലായിടത്തും UAE ഫ്ലാഗ് ഉണ്ടാവുന്ന കണത്, അതൊരെണ്ണം ഇതൊരെണ്ണം അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ത് കടകളുണ്ടായാലും ഇവിടെയൊക്കെ മൊത്തം ഈ പറഞ്ഞ പോലെ UAE ഫ്ലാഗ് കാണും. അതൊക്കെ എന്താണാവോ, എന്തോ പള്ളി പോലത്തെ എന്തൊക്കെയോ ഇരിക്കണം കേട്ടാ. ഒരു മനുഷ്യനുമില്ല, ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ, വേറൊരാളുമില്ല. നമ്മള് അവിടെ നിന്നാണ് വന്നത്, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗ്രോസറി ഷോപ്പ് എന്നാണ് ആരാണ്ടൊക്കെ പറയണ്ടായിരുന്നു. നോക്കട്ടെ എവിടെയാ. ഇവിടെ എത്താറായി. എനിക്ക് തോന്നുന്നു ആ അറ്റത്ത് കാണണുണ്ടോ, അറ്റത്ത് അതായിരിക്കും. ഇപ്പൊ മറ്റേ പുള്ളി പറഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. കുറേ ഉണ്ട് എന്ന് തോന്നുന്നു, പോയി നോക്കാം. ഇവിടെ നിറച്ചും റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കണ്ട വഴിയിൽ എന്തോ ലഹദി മന്തി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമ്മുടെ മലയാളീസാന്നാണ് പറയണത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയല്ല മന്തി കഴിക്കാറുണ്ട് എന്ന് പറയലുണ്ട്. കാരണം നിറച്ചും കടയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ റെസ്റ്റോറൻ്റാണ്, ഫുള്ള് റെസ്റ്റോറൻറ്റ്, വേറെ ഒരു കടകളും ഇല്ല. ഇവിടെയാണെന്ന് പറഞ്ഞ, ഇപ്പം ഇത് എവിടെയാണാവോ. ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ, വേറൊന്നും ഇവിടെ ഇല്ല. അത് കണ്ടോ, ബുച്ചറി, ഫ്രഷ് ബുച്ചറീസ് റെസ്റ്റോറൻ്റ് അല്ല. എന്നാലും ഇവിടെ അടുത്തൊക്കെ നിറച്ചും ഇതുപോലുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് സ്ഥലം നമ്മൾ വിചാരിച്ചിടത്ത് എത്തിയിട്ടില്ല. കാരണം ആടാ സൂപ്പർ മാർക്കറ്റ് എത്തി. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഫുഡ്. അല്ലത് സൂപ്പർ മാർക്കറ്റ് അല്ലേ, സൂപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, ഇത് മൊബൈൽ കട അല്ല, ഇത് സൂപ്പർ മാർക്കറ്റ് ആണോ? നീ എന്താ അങ്ങനെ വന്നേ? ഞങ്ങൾ ഷാർജയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞ് കുക്കുംബർ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിൽ വരാനുള്ള മെയിൻ കാരണം ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചെങ്കിലും എനിക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്ന് കഴിച്ച അതേ ടേസ്റ്റൊന്നും ഈ സാധനത്തിന് ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൂമിൽ പോവാണ്. നമ്മൾ റൂമിൽ അത് ആ വഴിയാണോ? റൂമിൽ നമ്മൾ പുട്ടും പിന്നെ എന്തിട്ടാ
പുട്ടും ബീഫും പിന്നെ പാൽക്കപ്പയും ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നോന്നും അറിയില്ല, ഇനി പോയി നോക്കണം. അവരിതുവരെയായിട്ടും വിളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിത് വേറെ വഴി കൂടെയാണോ വന്നത്? അവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ കോള കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് നോക്കാം കടയൊക്കെ ഉണ്ടോ. വന്നത് പെപ്സി മേടിക്കാനാണെങ്കിലും നമ്മളിപ്പോൾ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ ഷേക്ക്. അപ്പോൾ മാംഗോ ഷേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചോ? ഇത് കുക്കുംബറാണ്, ചെറിയ സ്മോൾ കുക്കുംബർ. കഴിക്കാനായിട്ട് ഇത് പുട്ടല്ലല്ലോ, കപ്പയും ചിക്കനും. ഇത് പുട്ടും ബീഫും. പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്. നമുക്ക് ടി വി ഒക്കെ ഉണ്ടെന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് കഴിച്ചിട്ട് എന്തായാലും കാണാം. പാൽക്കപ്പ കഴിച്ചോക്കാം. അടിപൊളി. ഞാൻ റൂം എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ സാധനം ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തുറന്ന് വേഗം കഴിച്ചിട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പാൽക്കപ്പ. ബീഫും പുട്ടും ഞാൻ കഴിക്കാറില്ല. ചെറിയ സിനിമയൊക്കെ കണ്ടിങ്ങനെ കിടക്കാം കേട്ടോ. ഇത് ഏതാ സിനിമ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പഴയ കാലത്തൊരു മൂവിയാണ്. ബോറടിക്കണ, ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാണ്. കഥയൊന്നും മനസ്സിലാവണില്ല, ശ്രദ്ധിക്കണേ ഇല്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് പരിപാടിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. 3:30 ആയി. ഇപ്പോൾ ഉറങ്ങിയാലാണ് നാളെ എങ്കിലും നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. കാരണം നാളെ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. നമ്മൾ മറ്റന്നാൾ 4-ാം തീയതി നമ്മൾ 10:30 ഫ്ലൈറ്റാണ്. ഷാർജ ടു ബാംഗ്ലൂരാണ്. അപ്പോൾ നമുക്ക് നാളെ കുറച്ചും കൂടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ്ലി പാക്കൊക്കെ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോൾ ചടങ്ങാവും. അപ്പോൾ നമുക്കതൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കുമെന്ന് വിചാരിക്കണം. കൺഫേം അല്ല, കാരണം നമ്മൾ ഒരു കാര്യങ്ങളും കൺഫേം അല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ 3:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.